നമ്മൾ മുമ്പ് ആയത്തുൽ കുർസിയെ കുറിച്ച് അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ ആയത്തുൽ കുർസി കൊണ്ടുള്ള നിരവധി അമലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആയത്തുൽ കുർസി യഥാർത്ഥത്തിൽ അത് അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്, രഹസ്യങ്ങളുടെ ഒരു സമുദ്രമാണ്. ഇറങ്ങുന്തോറും, ആഴങ്ങളിലേക്ക് ഇറങ്ങുന്തോറും അതിൽ നിന്ന് ഒരുപാട് സിറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു സിറാണ് എന്ന് പറയുന്നത്. ഇത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ, നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ വിജയം കൊയ്തെടുക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഒന്നും പറയണ്ട, എല്ലാം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന രൂപത്തിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇതാണ് നമ്മൾ സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളർന്നു വരേണ്ടുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. നിങ്ങളൊക്കെ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ സ്കൂൾ വിടുന്ന സമയത്തൊക്കെ ഒന്ന് പുറത്തു പോയി നോക്കിയാൽ എത്രത്തോളം ആണ് നമ്മുടെ മക്കൾ അബദ്ധസഞ്ചാരത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിവിടെ ചെയ്യുന്നത് മതബൗദ്ധിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസവും അവർക്ക് കൃത്യമായി നൽകി നല്ല മക്കളായിട്ട് തിരിച്ചു തരിക എന്നുള്ളതാണ്. നമ്മളൊക്കെ ദുനിയാവിൽ മക്കളെ കൊണ്ട് പ്രതീക്ഷിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ എന്താ? അവർ നാളെ നമ്മുടെ കൺകുളിർമയാകുന്ന മക്കളാവണം, ദീനിനുപകരിക്കുന്ന മക്കളാവണം, നാടിനുപകരിക്കുന്ന മക്കളാവണം എന്നാണ്. കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കെട്ടകാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഇരുന്ന് പഠിച്ചാലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നന്നായി കബളിപ്പിക്കാൻ കഴിയുന്ന, നന്നായി പറ്റിക്കാൻ കഴിയുന്ന, നന്നായി വഞ്ചിക്കാൻ കഴിയുന്ന കെട്ടകാലത്താണ് നാമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സിസ്റ്റം അവരിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എപ്പോഴെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ല. അത് ചെറുപ്പം നാളിലെ ആ ചിട്ടയിൽ അവരെ കൊണ്ടുവരണം. അപ്പോഴാണ് ആ രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിനെന്തു ചെയ്യണം? ഇതുപോലെയുള്ള ആത്മീയ അന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തിൽ മതപഠനം ഉൾപ്പെടെ കൊടുത്തവരെ പഠിപ്പിക്കണം. അപ്പോൾ നമുക്കവർ നല്ല സ്നേഹത്തോടു കൂടെ നമ്മോട് പെരുമാറും. ഇപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താ? മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറും പുറത്ത് വന്ന് സലാം പറഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളാവണമെന്ന്. ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ അവരായിത്തീരുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കതിനുള്ള വഴികളൊക്കെ വളരെ പെട്ടെന്ന് തുറന്നു തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നമ്മുടെ ദർസിൽ മക്കളെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആയത്തുൽ കുർസിയെ ഓതിയാലുണ്ടാകുന്ന പ്രത്യേകമായ ഫലങ്ങളും അതിൻ്റെ അക്ഷരസംഖ്യയും അതുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയത്തുൽ കുർസി എന്ന് മാത്രമല്ല, ആയത്തുൽ കുർസിയിൽ പ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ അളമത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ ചില ഇസ്മുകളുണ്ട്. ആ ഇസ്മുകളെ കൊണ്ട് പ്രവർത്തിച്ചാലുണ്ടാകുന്ന ഫലങ്ങൾ, അതിലുള്ള ചില രഹസ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖുർആനിൽ നിന്ന് ഏറ്റവും മഹത്തായ ആയത്ത് ആയത്തുൽ കുർസിയാകുന്നു. ഇസ്മുൽ ആലമാണ് ആയത്തുൽ കുർസി എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്മുൽ ആലം എന്താണെന്ന് കേൾക്കാത്തവരും അറിയാത്തവരും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസിയിൽ 5 അമൂല്യ നാമങ്ങളുണ്ട് എന്നുള്ളതാണ്. രഹസ്യങ്ങളുടെ കലവറയാണ് ആ നാമങ്ങൾ. ഓരോ നാമവും രഹസ്യങ്ങളുടെ സമുദ്രമാണ്. അത് ഓതുകയാണെങ്കിൽ, അത് പതിവാക്കുകയാണെങ്കിൽ അത്ഭുത ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നതിൽ 3 ദിവ്യനാമങ്ങളുണ്ട്. ഇത് 3ഉം പതിവാക്കുകയാണെങ്കിൽ ഭൗതികവും പാരത്രികവുമായ എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഉന്നത പദവികളും സ്ഥാനമാനങ്ങളും അംഗീകാരവും ജനങ്ങളുടെ സ്നേഹവും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഹൃദയങ്ങളിലേക്ക്
നമുക്ക് ചെന്നെത്താൻ സാധിക്കും. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സമ്പാദിച്ച് വിജയത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്താൻ സാധിക്കുന്ന 3 ദിവ്യനാമങ്ങൾ ആയത്തുൽ കുർസിയിലെ ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതിലുണ്ട്. ഇനി ഇതിൻ്റെ വ്യത്യസ്തമായ ചില രൂപങ്ങളാണ് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്യത്തിൻ്റെ കൂടെ, എന്ന കലിമയുടെ കൂടെ ഉദ്ദേശത്തിന് അനുയോജ്യമായ ഇസ്മുകളെ ചേർക്കുക എന്നുള്ളതാണ്. നല്ല മനസാന്നിധ്യം വേണം, അതേപോലെ തന്നെ തികഞ്ഞ ഭയഭക്തി വേണം. പതിവാക്കുകയാണെങ്കിൽ ആ ഉദ്ദേശം സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിനോടുകൂടെ നമ്മുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടത് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് നമുക്ക് ഭക്ഷണത്തിൽ വിശാലത കിട്ടാനാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അർ റസാഖ് എന്നാണ്. അർ റസാഖ്. അപ്പോൾ എങ്ങനെ? അർ റസാഖ്. അപ്പോൾ എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹുർ റസാഖ് എന്നാണ് ചൊല്ലേണ്ടത്. നമുക്ക് നല്ല ഇസ്സത്ത് ഉണ്ടാവണം, നല്ല പ്രതാപം ഉണ്ടാകണം, ഒരാളെ മുമ്പിലും വശലാകരുത്, അഭിമാനത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കണം. എന്നാൽ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മുഇസ്സ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മുഇസ്സ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇൽമുണ്ടാവാൻ, മക്കൾക്കൊക്കെ നല്ല അറിവുണ്ടാകണം, ഇൽമുണ്ടാകണം, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീം എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സ്നേഹമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും പറയുന്ന വിഷയമാണ്, ഉസ്താദേ ഞങ്ങൾക്കിടയിൽ സ്നേഹമില്ല, ഞങ്ങൾക്കിടയിൽ ഐക്യമില്ല, എപ്പോഴും പരസ്പരം പ്രശ്നങ്ങളാണ്. എന്നാൽ അവിടെ എന്താണ് ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വദൂദ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വദൂദ് എന്നാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇസ്മുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വദൂദ് എന്ന് ചൊല്ലുക. അതേപോലെ തന്നെ ശത്രുക്കളെ കൊണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചൊല്ലേണ്ടത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മുൻതഖിം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മുൻതഖിം എന്നാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഓരോ ഇസ്മിനും അതിൻ്റേതായ രൂപത്തിൽ ചൊല്ലാനുള്ളത് ചൊല്ലി വളരെ കൃത്യമായിട്ട് നമ്മൾ അസ്മാഉൽ ഹുസ്നയും ആയത്തുൽ കുർസിയൊക്കെ മുറുകെ പിടിക്കുകയാണ്. അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കാൻ കാരണം ഇതൊക്കെ അസ്മാഉൽ ഹുസ്നയിലുള്ള ഇസ്മുകളാണ്. ആയത്തുൽ കുർസിയൊക്കെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൽ വലിയ രക്ഷ ലഭിക്കും. ഇനി ഇതിലൊരുപാട് പറയാനുണ്ടാകട്ടോ, ഒരുപാടുണ്ട്. ഞാൻ എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കിയതാണ്. അപ്പോൾ അലിയുൽ അളീം എന്നുള്ളത് അതിൽ 2 ദിവ്യനാമങ്ങളുണ്ട്. ഇത് പതിവായി ചൊല്ലിയാൽ നമുക്ക് നല്ല മഹത്വം ലഭിക്കും, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ആരുടെ അടുക്കലിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ ഉള്ള ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഖളാ ആകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഒരാളുടെയും ഗീബത്ത് പറയരുത്, ഒരാളുടെയും നമീമത്ത് പറയരുത്. നമ്മുടെ വയറിലേക്ക് അന്യരുടെ ഹക്കെത്തരുത്. ഭക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൃത്യമായിട്ടും ഹലാലായതായിരിക്കണം. നമ്മുടെ മാത്രം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ നിയന്ത്രണത്തിൽ കഴിയുന്നവരുടെയൊക്കെ ദീനീ ചിട്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. അവരെ സൽവഴിയിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ദിക്റുകളും ഔറാദുകളൊക്കെ ഹദ്ദാദ് റാത്തീബൊക്കെ സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ അത് മാത്രം മതി എന്നുള്ളതാണ്. സ്ഥിരമായി പതിവാക്കുക ഹദ്ദാദ് റാത്തീബ്. പ്രഭാതത്തിലൊക്കെ വിറുദുൽ ലത്തീഫ് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ വിറുദുൽ ലത്തീഫ് ചൊല്ലുക. നമ്മുടെ മജ്ലിസിലൊക്കെ വെച്ച് നമ്മൾ വിറുദുൽ ലത്തീഫ് ചൊല്ലാറുണ്ട്. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മുടെ മജ്ലിസ് നടക്കുന്നുണ്ട്. ആ മജ്ലിസിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നമ്മളതിൽ ചൊല്ലുന്ന ഓരോ ആയത്തുകളും ഓരോ ദുആകളും ദിക്റുകളൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചതും നിർദ്ദേശിച്ചതുമായ പവർഫുള്ളായിട്ടുള്ള ദിക്റുകളും ദുആകളൊക്കെയാണ്. അതൊക്കെ കൃത്യമായി ചെയ്യുക, ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. കുറേ ആളുകൾ അവരവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കും. നിങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് എല്ലാ ഖൈറിൻ്റെ
കവാടങ്ങളും നമുക്ക് തുറന്നു തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.